കേൾക്കുന്നവർ ഇന്നു പകൽക്കാലം പറയട്ടെ, അപ്പാ എന്നെ ഒന്ന് ചെത്തി വെടിപ്പാക്കണം. ഞാൻ അധികം ഫലം കായ്ക്കേണ്ടതിന്, എനിക്ക് ആ വാക്ക് വളരെ ചിന്തിപ്പാൻ തക്കൊണ്ട്, അധികം ഫലം കായ്ക്കാൻ ചെത്തണം. എടാ, ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമല്ലേ, പിന്നെ നിന്നെ ചെത്തേണ്ട കാര്യം തന്നെ? അതെന്തൊരു സ്വഭാവമാണ്! സോ ഹാർഡ്. ഞാൻ ഓൾറെഡി ഫലം കായ്ച്ചുകൊണ്ടിരിക്കുകയാണെന്നേ, പിന്നെയും ചെത്തുക. ഐ എം സോ സോറി, എനിക്ക് അങ്ങനെയുള്ള സ്ഥലം വേണ്ടാന്ന്. എന്നെ കൂടുതൽ ചെത്താൻ നോക്കണ്ട. എന്നെ ചെത്താത്തതുണ്ടെന്നേ. എൻ്റെ ഉള്ള ഫലം കൊണ്ട് സന്തോഷിക്കുന്ന സഭകളുണ്ടെന്നേ. മനസ്സിലായാൻ പറഞ്ഞേ? എന്നെ ഉള്ള ഫലം എന്തോ ഉണ്ടോ, ഏതു ഫലമാണോ, ആ ഫലത്തിൽ സന്തോഷിക്കുകയും എന്നെ പ്രൈസ് ചെയ്യുകയും ചെയ്യുന്ന ധാരാളം വ്യക്തി ജീവിതങ്ങളും സമൂഹങ്ങളും ഇന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്നെ അധികം ചെല്ലുന്നിടത്ത്, ചെത്തേണ്ടിടത്ത് എനിക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതല്ലേ ഇന്ന് പല ദൈവമക്കളുടെയും ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ഫംഗസ്. എന്നാൽ വചനം പറയുന്നു, നീ അധികം ഫലം കായ്ക്കേണ്ടതിന് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചിട്ട് പറ, പിതാവേ എന്നോട് സംസാരിക്കണം, എന്നെ ചേഞ്ച് ചെയ്യണം, അധികം ഫലം കായ്പാൻ. ഞാൻ ഇന്നലെ സ്പെൻഡ് ചെയ്തതിനേക്കാട്ടിലും കൂടുതൽ സ്പെൻഡ് ചെയ്യുവാൻ, ഇന്നലെ കരഞ്ഞ് ദൈവസനിൽ പ്രാർത്ഥിച്ചതിന് അധികം കരയുവാൻ. പ്രൈസ് ഗാഡ്. ഞാൻ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവനായി തീരുവാൻ, എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെന്ന് എൻ്റെ ജീവിതത്തിൽ പറയുവാൻ എനിക്ക് ഭാഗ്യം തരണമേ എന്ന് പറയുന്ന ഒരുവനെയാ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കറക്റ്റ് ചെയ്യുന്ന, ദൈവവചനത്തിൽ കൂടെ കറക്റ്റ് ചെയ്യുന്ന ഒരു ദൈവസഭയോ ഒരു സഹോദരനോ സഹോദരിയോ മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ, ദൈവവചനത്തിൽ കൂടെ ഞാൻ പറഞ്ഞത് കേട്ടോ, ഒരു ദൈവദാസനോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രൈസ് ഗാഡ്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം ഒരു കാര്യം ശക്തമായി മനസ്സിലാക്കണം. നമ്മൾക്ക് തന്നെ അറിയാവുന്ന ഒരു വാക്യമുണ്ട്. ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞതാകട്ടോ, ഒരു ഒരുക്കത്തിന് വേണ്ടി പറയാം. ആരെ വിഴുങ്ങേണ്ടി വന്ന് ചുറ്റി നടക്കുന്ന, അലറി നടക്കുന്ന ഒരു സിംഹമുണ്ട്. ഞാൻ പലപ്പോഴും ആ വാക്യം ചിന്തിക്കുമ്പോൾ, ഇത് സിംഹത്തിന് ഒരു പന്നിയാക്കിയ പോരായിരുന്നോ? ഒരു പുലിയാക്കിയ പോരായിരുന്നോ? ഒരു പട്ടിയാക്കിയ പോരായിരുന്നോ? ഒരു എലിഫന്റിനെ ആക്കിയ പോരായിരുന്നോ? നിന്നെ വിഴുങ്ങേണ്ടതിന്, നിന്നെ വലിച്ചെടുക്കേണ്ടതിന് ഒരു ആന എന്ന പോലെ, നിന്നെ പറിച്ചെടുക്കേണ്ടതിന് ഒരു പുലി എന്ന പോലെ. എന്താ ഈ സിംഹം വരാൻ കാരണം? സിംഹം വായിൽ പിടിപെട്ടാൽ തിരിച്ചു വരാൻ പ്രയാസമാണ്. മനസ്സിലായോ പറഞ്ഞേ? നീ സിംഹത്തിന്റെ വായിൽ പെട്ടാൽ സിംഹത്തിന്റെ വായിൽ നിന്ന് ഊരിയെടുക്കാൻ പ്രയാസമാണ്. നമ്പർ 1. നമ്പർ 2, ഏത് ചലഞ്ചും ജീവിതത്തിൽ നേരിടാൻ കഴിവുള്ള ഒരു ജീവിയാണ് സിംഹം, ലയൺ. You understand what I'm saying? വ്യക്തമായി മനസ്സിലാക്കണം. ഇതൊരു ദൂതാകട്ടോ. എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് ഇതൊരു ദൂതാ. ഞാൻ കുത്തിയിരുന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അലറുന്ന സിംഹം. എടാ, ഈ സിംഹത്തിന്റെ ഭാഗത്ത് വേറെ എന്തെല്ലാം കാട്ടിലെ മൃഗങ്ങളുണ്ട്, ക്രൂരമായ മൃഗങ്ങളുണ്ട്. എന്തിനാ ഈ സിംഹത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നത്? എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നത്, കുഞ്ഞെ, സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആരും വെളി വരത്തില്ല. അവൻ പിടിച്ചാ പിടിയ. 2, ഒന്നിനെയും ഭയക്കാതെ എല്ലാ ബാരിയേഴ്സും ഓവർകം ചെയ്ത് ഒരു ഇരയെ പിടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ അതിനെ ഫോളോ ചെയ്തിരിക്കും, നോ മാറ്റർ വാട്ട് ദ സിർക്കംസ്റ്റാൻസ്. ഭയമെന്ന് പറയുന്ന ഉള്ളിലില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ,
നിന്നെ പിടിപ്പാൻ, നിന്റെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ അവൻ സിംഹം പോലെ വന്നേ പറ്റുകയുള്ളൂ. ഇല്ല എങ്കിൽ നീ ശാസിച്ചാൽ പോകും പട്ടിയായിരുന്നെങ്കിൽ. നിന്റെ പ്രാർത്ഥനയിൽ ഒരു പക്ഷേ പന്നിയായിരുന്നെങ്കിൽ പോയേനേയും. പക്ഷെ സിംഹമാ നടക്കുന്നത്. ഹല്ലേലൂയ. ഏതെങ്കിലും രീതിയിൽ നിന്നെ ഒതുക്കി കളയുവാൻ പറ്റുമോ എന്ന് ഭയമില്ലാതെ നിന്റെ പോക്കിലും വരവിലും നിന്നെ നോക്കി നിൽക്കുന്ന ഒരു ദുഷ്ട ശക്തിയെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വചനം പറയുന്നു, സിംഹം. പ്രൈസ് ഗോഡ്. ബാക്കി ഇനി നിങ്ങൾ വീട്ടിൽ പോയിരുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ദൈവത്തോട് ചോദിച്ചാൽ മതി. ദൈവം ഒത്തിരി പറയും, നിങ്ങളോട് ഒത്തിരി സംസാരിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവസ്ഥനിൽ പറയണം, പിതാവേ എന്നെ പണിയണം, അധികം ഫലം കായ്ക്കണം, എന്നെ ചെത്തണം. വേദനയാണ് ചെത്തുന്നത്. ആർക്കാ ഇഷ്ടം ചെത്താൻ? ചെത്തുന്നവന് സുഖമുണ്ട്, പക്ഷേ ഈ ചെത്ത് കൊള്ളുന്നവൻ എങ്ങനെ ഉണ്ടാവും? ചെത്തുന്നവൻ നല്ല സുഖമാണ്, നിന്ന് ചെത്താം. പക്ഷേ ഈ ചെത്ത് കൊള്ളുന്നവന് വേദനയാണ്. അത് പാസ്റ്ററായാലും സഹോദരനായാലും സഹോദരിയായാലും പൈതലി നീ ആയാലും. പക്ഷെ നമുക്ക് പറയണം, അപ്പാ എന്നെ ചെത്തണം, എന്നെ ചെത്തണം. കാരണം അങ്ങയ്ക്ക് ഹിതമുള്ള ഒരു ഫലമായി ഞാൻ പുറത്തു വരാൻ. പ്രൈസ് ഗാഡ്. ഇന്നത്തെ നമ്മുടെ ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ തിരിക്കാൻ എല്ലാ ചിന്തകളും ഇനിയും ഒന്ന് മാറ്റിവെച്ചേ. നമ്മൾ കേട്ട സിംഹവും പുലിയും ഒക്കെ ഒന്ന് മാറിക്കേ. നാം അല്പം കൂടെ വചനത്തിൽ നിന്ന് ആഴമായി കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും പോവുകയാണ്. നാം ഇനിയും വായിക്കുന്ന വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ഗാഡ്. I would like to bring you all in that moment which we are going to hear now. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കണം. എന്നിട്ട് വേണം ഈ വചനം ഹൃദയത്തിലേക്ക് വ്യാപരിക്കുവാൻ, ക്രിയ ചെയ്യുവാൻ. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം, ബുക്ക് ഓഫ് ജെനസിസ് 39 വേർഡ്സ് 1 to 9, 1 വാക്യം മുതൽ 9 വാക്യം വരെ നിർത്തി 1 ആയിട്ടൊന്ന് വായിച്ച് ഗ്രഹിപ്പാനിടയാകട്ടെ. അതിനുശേഷം ചില വിഷയങ്ങൾ ദൈവം സമയം തരുന്നുവെങ്കിൽ, എനിക്ക് ലഭിക്കുന്നുവെങ്കിൽ ഞാൻ സംസാരിക്കാം. പ്രൈസ് ഗാഡ്. ആ അപ്പോൾ സംഭവം ഓരോന്നോരോന്നൊന്ന് ചിന്തിച്ചിട്ട് പോകാം. യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. അവിടെ അവനെ കൊണ്ട് നിർത്തിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഇനി ഇവനെ മുന്നോട്ട് കൊണ്ട് ചെലവ് കൊടുത്ത് ജീവിപ്പിക്കാനൊന്നും പറ്റില്ല. ഈ കൊണ്ടുപോയ ഇസ്മായേലിയർക്ക് ഒന്ന് ഫ്രീ ആകണം. ഇവനെ വിറ്റ് ഉള്ള കാശും കൊണ്ട് പോകണം ഇനി. പ്രൈസ് ഗാഡ്. മനസ്സിലായോ? ഇപ്പൊ ഇങ്ങനെ നിർത്തിയിരിക്കുക ആളിനെ വിൽക്കാൻ. ഈ വിൽക്കുന്നവരോട് ചോദിക്കാം, ഈ ഇസ്മായേലിയരോട് ചോദിക്കാം, എന്താ ഈ പയ്യനെ കൊണ്ട് ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവനെ തന്നിട്ട് പോകാം. കാരണം ഞങ്ങൾക്ക് ഇനിയും പല കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ബിസിനസ്സാണ് ഞങ്ങളുടെ ജോലി. ഇവനെ ഇങ്ങനെ കൊണ്ട് നടന്ന് ഇവൻ്റെ കാര്യം നോക്കി ചിലവും കൊടുത്തു പോയാൽ ഞങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. സോ നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റുന്നോ അത് തന്ന് ഇവനെ വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാൻ നിർത്തിയിരിക്കുക. പറഞ്ഞേ മനസ്സിലായോ? ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാൻ നിർത്തിയിരിക്കുക. ആ സമയത്താണ് ഫറവോന്റെ ബോഡി ഗാർഡായിരിക്കുന്ന പൊത്തിഫേർ എന്ന മിസ്രൈമ്യൻ ഇവിടെ വന്ന് നോക്കി. ഇപ്പം കൊള്ളാം, കുഴപ്പമില്ല. അപ്പം അന്ന് വീട്ടിലെ വേലയ്ക്ക് വേണ്ടി
കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന അടിമകളുണ്ടായിരുന്നു, സ്ഥലമുണ്ടായിരുന്നു, വിൽക്കുന്നിടമുണ്ടായിരുന്നു, വാങ്ങുന്നിടമുണ്ടായിരുന്നു. അങ്ങനെ ഫറവോന്റെ ബോഡി ഗാർഡായിരിക്കുന്ന പൊത്തിഫർ ഒരു ദിവസം മാർക്കറ്റിൽ വന്നപ്പോൾ ഈ പയ്യനെ കണ്ടു. എന്നിട്ട് ഇതാണ് സാഹചര്യം. ഇപ്പോൾ നിന്ദിച്ചു നോക്കിയേ. പൊത്തിഫർ വരുന്നു, അദ്ദേഹത്തിൻ്റെ ആ പൊസിഷൻ, ഈ നിൽക്കുന്ന പയ്യൻ്റെ ഹൃദയത്തിൻ്റെ വേദന, ഇവനെ ഇപ്പോൾ ആർക്കും വേണ്ടാത്തൊരവസ്ഥയാണ്. പല സ്റ്റേജ് അവൻ കടന്നുപോയി. ഇപ്പോൾ അവനെ കൊണ്ടുപോയവനും വേണ്ടാതായി. കാരണം ഇത് കൈമാറണം എങ്ങനെങ്കിലും. മുന്നോട്ട് പോകുന്നതും ചിലവാണ്, അഡീഷണൽ ചിലവാണ്. ആ അഡീഷണൽ ചിലവെന്ന് വിചാരിച്ച് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നതിനെ വാങ്ങാൻ പൊത്തിഫർ എന്ന് പറയുന്ന ഒരുവൻ വന്നു. കാശ് കൊടുത്ത് വാങ്ങി. ഞാൻ അതിലൊരു ആത്മീയ അർത്ഥം പറഞ്ഞിട്ട് പോകട്ടെ. പുതിയ ന്യൂ ടെസ്റ്റ്മെൻ്റ് ബിലീവേഴ്സ് ആയിരിക്കുന്ന നമ്മളോട്, ആർക്കും വേണ്ടാതെ ഒരു രക്ഷയുമില്ലാതിരുന്ന എന്നെയും നിന്നെയും വിലയ്ക്ക് വാങ്ങിച്ചത് ക്രിസ്തയേശുവാ. അവൻ്റെ രക്തത്താൽ വില തന്നിട്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി. നാം ഇന്ന് ദൈവമക്കളായെന്ന് അവകാശപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ പിതാക്കന്മാരുടെ ഭാഗ്യം കൊണ്ടല്ല, നിന്നെയും എന്നെയും ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ്. എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെച്ചാൽ മതി, ഈ ഭാരം ഒന്ന് മാറ്റിവെച്ചാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന കാലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തു. ഈ കർത്താവിൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടാണ് ഇന്ന് നാം ഈ സഭാരാധനയിൽ വന്നിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നാം ഇന്ന് ദൈവവചനം കേൾക്കുവാൻ കാതു തുറന്നു വച്ചിരിക്കുന്നത്. ക്രിസ്തയേശുവിൻ്റെ സ്ഥാനത്ത് ഈ പൊത്തിഫറിനെ ഒന്ന് കൊണ്ടുവന്നേ. വിലയ്ക്ക് വാങ്ങി. ഇനി എന്താ അടുത്തതെന്നറിയാമോ? അടുത്ത വാക്യത്തിലേക്ക് പോയേ. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, ശ്രദ്ധിക്കണേ, അപ്പൊ ഇപ്പൊ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ചുമട് മാറി, ഈ ചുമട് വേറൊരാൾ എടുക്കാൻ തയ്യാറായി. നമ്മുടെ കർത്താവ് നമ്മെ വഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും? പ്രൈസ് ഗാഡ്. നമ്മുടെ കർത്താവായ യേശു നമ്മെ വഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ? വിലയ്ക്ക് വാങ്ങിയില്ലേ? പൊത്തിഫർ കാശ് കൊടുത്ത് വാങ്ങിച്ചു. എൻ്റെ കർത്താവ് എന്നെ, കർത്താവിൻ്റെ രക്തം കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങി. അങ്ങനെ വിലയ്ക്ക് വാങ്ങിയപ്പെട്ട ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് യു ഗാഡ്. എന്നിട്ട് ആ രണ്ടാമത്തെ വാക്യമാണ് നമ്മുടെ മെസ്സേജ് കേട്ടോ. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കണം. The Lord was with Joseph, so he became a successful man. നമ്മുടെ ഇന്നത്തെ മെസ്സേജിൻ്റെ കീവേഡ് എന്താണെന്നറിയാമോ? സക്സസ്ഫുൾ മാൻ. കൃതാർത്ഥനായി തീർന്ന, സക്സസ്ഫുൾ, വിജയകാരിയായി തീർന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് നാം പറയാൻ പോകുന്നത്. ഇൻ അതർ വേർഡ്, ഹൗ യു ക്യാൻ ബിക്കം സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്. മനസ്സിലായോ? സമയം ഇന്ന് അനുവദിക്കത്തില്ല. ഇഫ് ഗാഡ് വില്ലിങ് നെക്സ്റ്റ് വീക്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഹു ആർ നോട്ട് ഏബിൾ ടു സക്സസ്ഫുൾ ഇൻ ദെയർ ലൈഫ്. വിജയകരമായവരുടെ കാര്യം ഇന്ന് എങ്ങനെയായെന്നും, വരുന്ന ആഴ്ച വിജയകരമല്ലാത്തവരെങ്ങനെയാണെന്നും, അവരുടെ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ദൈവം അങ്ങനെ നമ്മളെ പഠിപ്പിക്കട്ടെ. ഹൗ യു ക്യാൻ ബിക്കം സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്. ഈ ടോപ്പിക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ലെറ്റ് us കം ടു ദ തേർഡ് വേർഡ്. അപ്പോൾ നോക്കിക്കോണം, അവൻ വീട്ടിൽ പോയി ആ വീട് അനുഗ്രഹിക്കാൻ തുടങ്ങി. അടുത്തത് മൂന്നാമത്തെ വാക്കുവായിരുന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും. അവൻ അവൻ യോസേഫിന്റെ കാര്യമാണ്. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടെന്നും, യോസഫ് ചെയ്യുന്നതൊക്കെയും ദൈവം അവന് സാധിപ്പിച്ചു കൊടുക്കുമെന്നും
ഈ പൊത്തിഫറിന് മനസ്സിലായി, ദൈവമക്കളെ, ദൈവം യേശു നമ്മെ വിലക്കെടുത്തത് നിന്നെ കൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി വല്ലതും പണിയാമെന്ന് വിചാരിച്ച. God chosen us a seed. That one seed can be produced many other seeds. Praise God. ഒരു സീഡ് കൊണ്ട് അനേകം സീഡിനെ സൃഷ്ടിക്കാമെന്നായിരുന്നു എൻ്റെ യേശു ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, go and preach the gospel all over the world. Whoever believe, they are saved. Whoever not believed, they become perished. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം അവിടെ ചോദിച്ചിട്ട് പോട്ടെ. നാം ദൈവസന്നിധിയിൽ, ദൈവസഭയിൽ, കുടുംബത്തിൽ ദൈവത്തിന് ഫലം കായ്ക്കുന്ന പ്രയോജനമുള്ളവനാണെന്ന് പറയുവാൻ ക്രിസ്തു എത്ര പ്രാവശ്യം ശ്രമിച്ചു? How many times the Lord Jesus Christ trying to say about us, you are a successful man. പക്ഷേ നമ്മളെ കൊണ്ട് സാധിച്ചുവല്ലോ. നമ്മളെ കൊണ്ട് സാധിച്ചോ? Praise God. യേശു ക്രിസ്തു എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടോ, എൻ്റെ സാന്നിധ്യം നിന്നോടെ ഉണ്ടായിട്ടും, ഞാൻ നിന്നോട് പലപ്പോഴും സംസാരിച്ചിട്ടും ഒരു ഫലവും കാണാതിരിക്കുന്ന ഒരു വൃക്ഷം പോലെയല്ലേ പലപ്പോഴും ദൈവം എന്നെയും നിന്നെയും കാണുന്നത്? ഇവിടെ പൊത്തിഫർ ജോസഫിനെ കുറിച്ച് കണ്ടത് നേരെ തിരിച്ചാ. ദൈവമക്കളോട് ഞാൻ പറയട്ടോ, എന്നെയും നിന്നെയും ഓർത്ത് ദുഃഖിക്കുന്ന ക്രിസ്തേശന് മുൻപാകെ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാതെ നീ പോകരുത്. യഹോവ ഇവനോട് കൂടെ ഉണ്ടെന്നും ഇവൻ ചെയ്യുന്നതൊക്കെയും ദൈവം സാധിപ്പിക്കുമെന്നും വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കൂട്ടരിലെ നാം. അങ്ങനെയെങ്കിൽ അധികം ഫലം കായ്പാൻ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്കും തൃപ്തി, എൻ്റെ കുടുംബത്തിനും തൃപ്തി, പ്രാർത്ഥിച്ചതിനൊക്കെ മറുപടി കിട്ടി, ഇനി എന്താ? ഇതല്ലേ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൻ്റെ എൻഡപ്പെന്ന് പറയുന്നത്. ഞാനും ദൈവവുമായിട്ട് വലിയൊരു കണക്ഷൻ ഉണ്ടെന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. എന്നെ ഇത്രത്തോളം ദൈവം സഹായിച്ചു, ആപത്ത് വരാതെ, വണ്ടി ഇടിച്ചപ്പോൾ ചാവാതെ, ട്രെയിൻ മുട്ടിയപ്പോൾ തട്ടിപ്പോകാതെ, സ്തോത്രം, ഹല്ലേലൂയ, കറണ്ട് തടിച്ചപ്പോൾ മരിച്ചു പോകാതെ, ഇങ്ങനെ പല പല സ്റ്റോറി നമുക്ക് പറഞ്ഞ് കംഫോർട്ടാകാനില്ലേ? ജോലിയില്ലാതെ അലഞ്ഞു കിടന്നപ്പോൾ എൻ്റെ ദൈവം എനിക്കറിയാൻ എത്ര ആളിനെ കാണിച്ചു തന്നൊരു ജോലി തന്നു. ഇതൊക്കെയല്ലേ നമ്മുടെ കംഫോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് പറയാനുള്ള സാറ്റിസ്ഫൈഡ് വേർഡുകൾ അതല്ലേ? ബട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് ചോദിക്കുന്നു, നീ കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്തുമാത്രം പ്രയോജനമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ, നിന്നെ കൊണ്ട് പല കാര്യം സാധിക്കുവാൻ എൻ്റെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ തന്നിട്ടോ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം മൂലം നീ അതുവല്ലോ സക്സസ് ആക്കി തീർക്കുവാൻ പറ്റിയിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. പൊത്തിഫർ ഈ യോസഫിൻ്റെ മേലുണ്ടായ സാറ്റിസ്ഫാക്ഷൻ പോലെ കർത്താവായ യേശു നമ്മുടെ മേലൊരു സാറ്റിസ്ഫാക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട്. യു ആർ എ സക്സസ്ഫുൾ മാൻ എന്ന് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അടുത്ത വാക്കിലേക്ക് കടന്നു വരാം. അതുകൊണ്ട്, ഏതുകൊണ്ടാണെന്നറിയാമോ? ദൈവ സാന്നിധ്യം ഉള്ളതുകൊണ്ട്. സ്തോത്രം. യോസഫ് പൊത്തിഫറിന് വെരി ബെസ്റ്റ് മാനായി മാറി. ഇഷ്ടമുള്ളവൻ, പ്രിയമുള്ളവൻ. താഴോട്ട് വരുമ്പോൾ വായിക്കുന്നത്, അതുകൊണ്ട് പൊത്തിഫർ തനിക്കുള്ളത് മുഴുവനും അവനെ ഏൽപ്പിച്ചു. ഒരു വിശ്വസ്തത ദൈവസന്നിധിയിൽ ആവശ്യമാണ്. God need
successful man as well as faithful person. മനസ്സിലായോ പറഞ്ഞേ? പൊത്തിഫറിനുള്ളതെല്ലാം മുഴുവനും അങ്ങ് ഏൽപ്പിച്ചു. താഴോട്ട് വായിക്കുമ്പോൾ അവൻ്റെ ആഹാരത്തിനുള്ള ക്രമീകരണം അല്ലാതെ ബാക്കി എല്ലാം ഏൽപ്പിച്ചെന്നാ. ഞാനതിനെ സ്പിരിച്വലായിട്ടൊന്ന് ലിങ്ക് ചെയ്തപ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് ആക്കിയിരിക്കുന്നത് രോഗികളെ പോയി സൗഖ്യമാക്കണം, പാപികളെ നീ മാനസാന്തരപ്പെടുത്തണം. സകല അധികാരവും ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ ഒരുവൻ്റെ പാപം ക്ഷമിക്കാൻ മാത്രമേ ദൈവം നമുക്ക് അധികാരം തരാതിട്ടുള്ളൂ. God Almighty Jesus never gave us authority to forgive someone's sin. Only Lord Jesus Christ. As well as ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ അധികാരം നമുക്ക് തന്നിട്ടില്ല. അങ്ങനെ ചില അധികാരക്കുറവൊഴികെ ബാക്കിയെല്ലാം കർത്താവ് നമുക്ക് തന്നിട്ടില്ലേ? അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ജീസസ് നെയിം. വേറെ ഒന്നിനെക്കുറിച്ചും പൊത്തിഫറിന് ഇപ്പൊ പ്രശ്നമില്ല. പൊത്തിഫറിന്റെ വീട്ടിലെ ഫൈനാൻഷ്യൽ, പൊത്തിഫറിന്റെ വീട്ടിൽ ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൽ തനിക്ക് എന്തെല്ലാം ഉണ്ടോ ആ കാര്യത്തിലൊന്നും പൊത്തിഫർ ഈസ് നോട്ട് ബോതേർഡ്. കാരണം എന്നറിയാമോ? ഒരു വിശ്വസ്തനെ കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ കൂടെ നമ്മോട് ചോദിക്കുന്നു, are you a faithful person? If you say yes, അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് ഏത് കാര്യത്തിലാണ് നീ ഫെയ്ത്ത്ഫുൾ? പ്രൈസ് ഗോഡ്. ഏത് കാര്യത്തിലാണ് ഫെയ്ത്ത്ഫുൾ? If you are not faithful in the presence of God, you are not a successful man. You understand what I'm saying? If you are not a faithful in God's sight, you are not a successful man. Praise God. ദൈവമക്കളോട് ഇന്ന് പകൽക്കാലം ദൈവവചനത്തോട് പറയട്ടെ, നാം ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ചിലർ പറയും ദശാംശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. നോ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ചിലർ പറയും ഞാൻ അല്ലെങ്കിലും വിശ്വസ്തനാണല്ലോ, എന്താ നോ, യു എക്സാമിൻ യുവർ സെൽഫ്. ഏതൊക്കെയാണ് നീ വിശ്വസ്തനല്ല എന്ന്. നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തിൽ, ഏൽപ്പിച്ചിരിക്കുന്ന നന്മയിൽ, നിന്റെ ശാരീരികമായ അവസ്ഥയിൽ, ബലത്തിൽ, ഓർമ്മയിൽ, ശക്തിയിൽ, സംസാര ഓരോന്ന് എണ്ണി നോക്കിക്കേ. Are you faithful to God? Praise God. പലപ്പോഴും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ജീവിക്കണമെന്ന് മാത്രമല്ലേ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളൂ. ദൈവസഭയെക്കുറിച്ച് നമുക്ക് തോന്നലുണ്ടോ? ദൈവമക്കളെക്കുറിച്ച് നമുക്ക് മറ്റേതെങ്കിലും തോന്നലുണ്ടോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിൽ മേൽ എറിയ. പക്ഷെ ഒരു കാത്തിരിപ്പിന് ഒരു പ്രതിഫലമുണ്ട്. ഏറെനാൾ കഴിഞ്ഞിട്ട് നഷ്ടമല്ല, അത് മടങ്ങി വരും. നീ അനുഭവിച്ചില്ലെങ്കിൽ ഞാൻ അനുഭവിച്ചില്ല, എൻ്റെ തലമുറ അനുഭവിക്കും. നീ ഇന്ന് ദൈവസന്നിധിയിൽ കൊടുക്കുന്നത് മുഴുവനും നിന്റെ തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ. മനസ്സിലായോ ഞാൻ പറയുന്നത്? അപ്പത്തെ വെള്ളത്തിൽ മേറിയ സഹോദര സഹോദരി, നിന്നോട് ദൈവത്തിന് പറയാനുള്ളത്, നീ എറിയുന്നുണ്ടേ പിറ്റേ ദിവസം രാവിലെ അത് കാണണമെന്നില്ല കേട്ടോ, തിരിച്ചു വരത്തില്ല. അത് മുഴുവനും സോക്ക് ചെയ്ത് കുതിർന്നുപോയി, എവിടെയോ പോയി, താണുപോയി എന്ന് നീ വിചാരിച്ചിരിക്കുമ്പോൾ ഒരു നാൾ കേടുകൂടാതെ മടക്കി തരുന്ന ഒരു ക്രിസ്തേശുവിനെയാ ഞാനും നീ സേവിക്കുന്നതെന്ന് മറക്കരുത്. Praise God. ദൈവവചനം കേൾക്കുമ്പോൾ
എന്നോട് സംസാരിക്കണമെന്നിരിക്കുന്നവരോട് ദൈവം സംസാരിക്കത്തുള്ളൂ. അന്നേരം ഈ ചൊറിയും കുത്തി ഫോണിൽ വാട്സപ്പിൽ ആരും വന്നില്ലയോ നോക്കിയിരുന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചെല്ലുമ്പോൾ അതിനെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കാൻ സമയമൊക്കെ എടുക്കുമല്ലോ, ഈ സ്നോയും പിടിച്ച് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ദൈവം നിന്നോട് സംസാരിക്കില്ല. നിന്നോട് സംസാരിക്കുന്നത് ഫ്രിഡ്ജിലെ സാധനമായിരിക്കും, നിന്നോട് സംസാരിക്കുന്നത് വാട്സപ്പായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ ആലോചന നീ കേൾക്കണമെങ്കിൽ നിൻ്റെ ഹൃദയവും കണ്ണും കാതും ചെവിയും ബുദ്ധിയും ജ്ഞാനവും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ചിലയായിരിക്കും തിരിച്ചു പോകുമ്പോൾ ഇനി എങ്ങനെ സ്ലിപ്പാവുമോ ഇല്ലയോ, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പം ക്ലാസ്സിൽ നിന്ന് മണ്ണ് മാറ്റണം, അയ്യോ മഞ്ഞ് മാറ്റേണ്ടി വരുമല്ലോ. ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അത് മാറ്റിക്കോണം കേട്ടോ. ഏതാ മഞ്ഞ് മാറ്റാനല്ല പറഞ്ഞേ, അത് മനസ്സിൽ നിന്ന് മാറ്റണം. പ്രൈസ് ഗോഡ്. കാരണം എന്തറിയാമോ? അവനെൻ്റെ ഉടയവനാ, അവനെൻ്റെ പാറയാ, അവനെൻ്റെ രക്ഷകനാ, അവനെൻ്റെ സഹായിയാ, എൻ്റെ വലങ്കരക്ക് പിടിക്കുന്നവനാ, ഞാൻ അറിയാത്ത പാതയിൽ കൂടെ എന്നെ നടത്തുവാൻ കഴിവുള്ളവനാ, അവനെനിക്ക് ഇരുട്ടിൽ വെളിച്ചമാ. ജീസസ് നെയിം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അടുത്ത വാക്ക് ഇവിടെ പറയുമ്പോൾ അവൻ തൻ്റെ വീട്ടിലും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസേഫ് നിമിത്തം മിസ്രയീമ്യനായ പോത്തിഫറെ നിന്നെ അനുഗ്രഹിക്കും. ദൈവസഭയിൽ ഒരു യോസേഫിനെ പോലെ ഒരുവനുണ്ടെങ്കിൽ ആ സഭ അനുഗ്രഹിക്കപ്പെടും. ഭവനത്തിൽ യോസേഫിനെ പോലെ ഒരുവനുണ്ടെങ്കിൽ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. ദേശത്ത് യോസേഫിനെ പോലെ ഒരുവനുണ്ടെങ്കിൽ ആ ദേശം അനുഗ്രഹിക്കപ്പെടും. ഞങ്ങളൊക്കെ ഉണ്ടായിട്ടെന്താ പിന്നെ അനുഗ്രഹിക്കപ്പെടാത്തെ? ചോദ്യമാ. ഞങ്ങൾ ഉണ്ടായിട്ടെന്താ പിന്നെ അനുഗ്രഹിക്കപ്പെടാത്തെ? ഞാൻ ജോസഫല്ലേ? അല്ല സഹോദര, അല്ല പാസ്റ്ററെ, അല്ല പാസ്റ്ററെ, നീ ജോസഫ് അല്ല പാസ്റ്ററെ. ജോസഫ് ആകാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. ജോസഫ് ആകാൻ പറ്റത്തില്ലെന്നേ. പിന്നെ എന്തിനാ നമ്മളിത് പറയുന്നേ? You try your best to become like a Joseph. നീ പരിശ്രമിക്കുക. അതിനു വേണ്ടിയാ ഇന്നത് കേട്ടോണ്ട് പോയിട്ട് ഇന്ന് വൈകിട്ട് പോലെ ഞാൻ ജോസഫാ കേട്ടോടി, ഒരു രക്ഷയില്ല കേട്ടോ. You should act. You should bring in practical life. Try to be like a Joseph. നീ ഒരു ജോസഫിനെ പോലെ ആകാൻ ആഗ്രഹിക്കണം. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ സഹോദരിമാർ പറയും അച്ഛനോടുള്ള ദൂതാകട്ടോ. അല്ല സഹോദരി, നീയും അതുതന്നെയാ. പ്രൈസ് ഗോഡ്. ഇല്ലാത്ത കുറ്റം മറ്റുള്ളവരുടെ തലയെ കയറ്റി വെക്കാനാ പോത്തിഫറിൻ്റെ ഭാര്യ ആഗ്രഹിച്ചത്. പോത്തിഫറിൻ്റെ ഭാര്യ ആഗ്രഹിച്ചത് എന്തോന്നറിയാമോ? സ്ത്രീ വിചാരിച്ചാൽ ഒരുത്തനെ മുടിച്ച് കൈ കൊടുക്കാം. ഒരു സ്ത്രീ നനച്ചാൽ മതി, എന്തെല്ലാം പറഞ്ഞുണ്ടാക്കാമെന്നറിയാം. പ്രൈസ് ഗോഡ്. പ്രിയരെ, ഞാനും നിങ്ങളുമായിരിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു പുരുഷൻ നോക്കിയാൽ ഒരു സ്ത്രീയെ പൂട്ടാൻ വലിയ പ്രയാസമാണ്, ഭയങ്കര പ്രയാസം, ഒന്നും നടക്കത്തില്ല. പക്ഷെ അവളൊന്ന് നനച്ചാൽ മതി, നിൻ്റെ കുടുംബം പിച്ചി കീറിത്തരും. ദൈവസഭ 1000 പീസാക്കി തരും. നിൻ്റെ സമാധാനം മുഴുവൻ എടുത്ത് കളഞ്ഞുകളെ. സ്തോത്രം. ഞാനൊരു പ്രാവശ്യം ഒരു ക്ലിപ്പ് കണ്ടു. നല്ല സെൽവാറിട്ട് നടക്കുന്ന ഒരു പെങ്കൊച്ച്, ഒരു പ്രായമായ മനുഷ്യൻ അവിടെ, അദ്ദേഹം എന്തോ ചെയ്തുകൊണ്ടിരിക്കുക കമ്പ്യൂട്ടറിൽ. ഇവക്ക് അദ്ദേഹത്തിനോട് ഉള്ളിൽ അത്ര സുഖമില്ല. കാരണം
ഇവിടെ പല വിഷയങ്ങളും ആ മനുഷ്യൻ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമായിരുന്നു. ബട്ട് ഷീ ഹെയ്റ്റ്. നമുക്കത് കേൾക്കാൻ ഇഷ്ടമല്ല. ഒരു ദിവസം ഇവള് ആ ഓഫീസിൽ വന്ന് കയറിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പണി ചെയ്യുക. അവളിട്ടിരിക്കുന്ന സെൽവാർ അവൾ തന്നെ കുറേ വലിച്ച് ഇവിടെ എല്ലാം കീറി, ഒരു വലിയ മൽപ്പിടുത്തം റെസ്ലിംഗ് നടന്ന ശേഷം കീറിയത് എങ്ങനെയാണോ അതുപോലെ അവളാക്കി വെച്ചു. എന്നിട്ട് അവൾ ഈ മനുഷ്യനെ പോയിട്ട് തോളത്ത് പിടിച്ചു കുലുക്കിക്കൊണ്ട് കരയാൻ തുടങ്ങി. ഈ മനുഷ്യൻ ചോദിച്ചു, എന്തുവാ, വാട്ട് ഈസ് എ പ്രോബ്ലം? ഈ സമയത്ത് അലച്ചയും ആ ഒച്ച കേട്ടുകൊണ്ട് മറ്റുള്ളവർ കയറി വന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു, ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ചോദിച്ചു, വാട്ട് ഹാപ്പൻ? പറഞ്ഞു, കണ്ടില്ലയോ ഇവൻ കയറി എന്നെ പിടിച്ചതാ. കാര്യങ്ങൾ പോയ പോക്ക് നോക്കി. എന്നാൽ ഈ മനുഷ്യൻ, അവൻ ഷർട്ട് ഊരിക്കളഞ്ഞാലും അവൻ വിവസ്ത്രനായാലും ഈ പെണ്ണ് വല്ല പ്രശ്നം ഉണ്ടാവും? ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണേ. ആ പുരുഷൻ അദ്ദേഹത്തിൻ്റെ ഷർട്ടും വലിച്ചു കീറി പാൻറ്റും വലിച്ചു കീറി ആയിരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞ വല്ല വാക്കിനും വിലയുണ്ടോ? പക്ഷേ ഈ സ്ത്രീ ഈ പണി ചെയ്തപ്പോൾ പോയില്ലേ? അവൾ പറഞ്ഞു, he tried to rape me. See this one? ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളിൽ കൂടെ ദുഷ്ടൻ പ്രവർത്തിപ്പാൻ നിങ്ങൾ സമ്മതിക്കരുത്. സിംഹം മറന്നു പോകരുത്. പുലിയല്ല, പട്ടിയല്ല, പൂച്ചയല്ല, ആനയല്ല, സിംഹമാകട്ടോ. എന്തായി സിംഹം എന്നുള്ളത് മറക്കണ്ട. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. നിങ്ങൾ കുടുംബത്തിൽ ഫലമുള്ള ഒലിവായിരിക്കണം. എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഭവനത്തിൽ ഫലമുള്ള ഒലിവായിരിക്കണം, ചോർദനമായിരിക്കരുത്. പോയിസൺ ഐവി ആകരുതെന്നർത്ഥം. അപ്പോൾ യോസഫിനെ കൂടുതൽ കുറ്റം പറഞ്ഞേണ്ട, അച്ഛന്മാരെ പറയേണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇത്രയും കയറിപ്പോയതെന്നുള്ളൂ കേട്ടോ. രണ്ടുപേർക്കുമുണ്ട് കേട്ടോ. ഡോണ്ട് ട്രൈ ടു ബ്ലെയിം ഈച്ച് അതേഴ്സ്. അടുത്തത്, കണ്ടോണേ, സകലത്തിനുമേലും ദൈവത്തിന് അനുഗ്രഹമുണ്ടായി. ആര് മൂലം? ഓ ഹല്ലേലൂയ, ഒരു സക്സസ്ഫുൾ മാൻ കാരണം. സക്സസ്ഫുൾ മാൻ. പ്രിയരെ, ദൈവസഭയിൽ നിന്റെ കൂട്ടായ്മയിൽ അനുഗ്രഹം വരാത്തത് എന്താണെന്നറിയാമോ? പാസ്റ്റർ മാത്രമല്ല, എന്നെ കേൾക്കുന്ന നിങ്ങളും ആ യോസഫിനെ പോലെ ഫെയ്ത്ത്ഫുള്ളായിരിക്കണം. ഫെയ്ത്ത്ഫുള്ളായെങ്കിൽ മാത്രമേ നീ ഒരു സക്സസ്ഫുൾ മാനായി മാറത്തുള്ളൂ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. സാഹചര്യം ഒരുപക്ഷെ അനുകൂലമല്ല എന്ന് വന്നേക്കാം. ദൈവത്തിൻ്റെ മഹത്വം. In the world's view, a successful man is one who has money, power, positions, education, fame. But the Bible gives us a very different definition of successfulness. Praise God. Biblical success is not about what we have, but who we are before God, and whether God's promise is fulfilled through our lives. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിജയാളി, സക്സസ്ഫുൾ മാൻ എന്നൊക്കെ പറയുമ്പം നമുക്കൊരു തോന്നലുണ്ട്, പുള്ളിയുടെ ഫാമിലി ഭയങ്കര സക്സസ്ഫുൾ ആകട്ടോ, പുള്ളി ഭയങ്കര സക്സസ്ഫുള്ളാണ്. എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് അറിയാമോ? ഒരു സക്സസ്ഫുൾ ഫാമിലി നയിക്കുന്നത് കൊണ്ടോ
നീ ധനത്തിൽ സമ്പാദിച്ചതുകൊണ്ടോ, നിൻ്റെ ഡിഗ്രി വലുപ്പമായതുകൊണ്ടോ, ഹാർഡായിരിക്കുന്ന ഭയങ്കര പ്രയാസമുള്ളത് നീ എഴുതിയെടുത്തത് കൊണ്ടോ, സ്തോത്രം, നിനക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലോ, നീ ദേശത്ത് അറിയപ്പെടുന്നവനായിരുന്നു പറഞ്ഞാലോ, ദൈവമുൻപാകെ സക്സസ്ഫുൾ അല്ല. അത് നിൻ്റെ വീട്ടിൽ സക്സസ്ഫുള്ളാണ്, നിൻ്റെ സ്കൂളിൽ സക്സസ്ഫുള്ളാണ്, നിൻ്റെ ഭവനത്തിൽ സക്സസ്ഫുള്ളാണ്, നിൻ്റെ ഭാര്യ ഭർത്ത ജീവിതത്തിൽ സക്സസ്ഫുള്ളാണ്. അങ്ങനെ എല്ലാ രീതിയിലും സക്സസ്ഫുള്ളാണ്. പക്ഷെ ദൈവം മുൻപാകെ അത് സക്സസ്ഫുൾ അല്ല. നീ ദൈവം മുൻപാകെ ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ അതാണ് നിൻ്റെ സക്സസ്ഫുൾ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നീ ദൈവം മുൻപാകെ അതാ ശ്രദ്ധിക്കണം. നീ സക്സസ്ഫുൾ ആയിരിക്കണം. അങ്ങനെങ്കിൽ നീ ഫെയ്ത്ത്ഫുൾ ആയാലേ സക്സസ്ഫുൾ ആകത്തുള്ളൂ. നമുക്കറിയാം, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭയിൽ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. നീ കൊടുക്കുന്നതിന്, വാങ്ങുന്നതിന്, പറയുന്നതിന്, പ്രവർത്തിക്കുന്നതിന് നീ ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ കർത്താവ് നമ്മെക്കുറിച്ച് പറയും, യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ബൈബിൾ വിജയത്തെ അല്ലെങ്കിൽ സക്സസ്ഫുള്ളിനെ മറ്റൊരു രീതിയിലാണ് പറയുന്നത്. നമുക്ക് എന്തുണ്ടെന്നുള്ളതല്ല ബൈബിൾ ഒരു സക്സസ്ഫുള്ളായിട്ട് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നാം ദൈവം മുൻപാകെ ആരാണെന്നുള്ളതല്ല ഒരു സക്സസ്ഫുൾ മാൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നാം അവൻ ഇഷ്ടമുള്ളവനായി തീരുന്നതാ ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള മാനപാത്രം അല്ലെങ്കിൽ സക്സസ്ഫുൾ മാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുപോലെ പരാജയമായി തോന്നുന്നതൊക്കെ ദൈവം മുൻപാകെ പരാജയമാണെന്ന് പറയരുത്. നിനക്കൊരു വശമെങ്കിൽ ഫെയിലിയർ ആയിരിക്കാം, ബട്ട് ഇൻ ഗാഡ്സ് സൈറ്റ് ഇറ്റ് ക്യാൻ ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം മുൻപാകെ എല്ലാം ഒന്നും പരാജയമല്ല കേട്ടോ. നമ്മുടെ ദൈവത്തെ കൊണ്ട്, സ്തോത്രം, അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാം നമ്മുടെ അളവുകളനുസരിച്ച് നല്ലതാ എന്ന് തോന്നിയാൽ അതും ദൈവം മുൻപാകെ സക്സസ്ഫുൾ ആകണമെന്നില്ല കേട്ടോ. നമ്മുടെ മൈൻഡിൽ സക്സസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ദൈവം മുൻപാകെ ആകണമെന്നില്ല. നമുക്ക് അസാധ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദൈവം മുൻപാകെ അസാധ്യമല്ല, സാധ്യമാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ, ജോസഫ് ഹി വാസ് എ ഫിയർഫുൾ മാൻ. കുറച്ച് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സക്സസ്ഫുൾ പേഴ്സണാക്കി മാറാൻ പറ്റത്തുള്ളൂ. ഒന്ന്, ജോസഫ് വാസ് എ ഫിയർഫുൾ മാൻ. ഹല്ലേലൂയ. ഫിയർ ഓഫ് ഗാഡ്, ദൈവത്തെക്കുറിച്ചുള്ള വലിയ ഭയമുള്ളവനായിരുന്നു. ദൈവവചനത്തെ, ദൈവവാക്കുകളെ ആഴമായി ഹൃദയത്തിൽ സംഹരിച്ചത് ഭയമുള്ളവനായിരുന്നു. സഹോദരന്മാരെല്ലാം തള്ളി തൻ്റെ സിറ്റുവേഷൻസ് നോക്കുമ്പോൾ, റിജക്റ്റഡ് ബൈ ബ്രദേഴ്സ്, അടിമയായി വിറ്റു, സോൾഡ് ആസ് എ സ്ലേവ്, തെറ്റായി കുറ്റപ്പെടുത്തി, ഫോൾസി അക്യൂസ്ഡ്. ഞാനതിനാ മുമ്പ് ചോദിച്ചത്, നമ്മളാരെങ്കിലും യോസഫാന്ന് പറയുന്നെങ്കിൽ അത് മാറ്റിക്കണം. നമ്മൾ യോസഫ് അല്ല കേട്ടോ. We are trying to be like a Joseph. Praise God. പിന്നെ forgot in prison. തടവിൽ ആയിരുന്നപ്പോൾ ഏറ്റവും സ്നേഹിച്ചെന്ന് തോന്നിയവൻ മറന്നുപോയി. ഞാനൊരു വാക്യം ഒന്ന് എടുത്തൊന്ന് വായിക്കാം. ജനസിസ്, ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചാൽ മതി. ശ്രദ്ധിക്കണേ. എങ്കിലും എന്താ ഈ പാനപാത്രവാഹകൻ എന്ന് പറയുന്നത്? രാജാക്കന്മാർക്കും അവരൊരുമിച്ചിരിക്കുന്ന കൂട്ടത്തിലും അവർക്ക് വൈൻ കൊണ്ട് കൊടുക്കുന്ന
അല്ലെ അറബികളാണെങ്കിൽ പറയാം സുലൈമാനി കൊടുക്കുന്ന. അറബികൾ അവരൊരുമിച്ച് അവരുടെ മജ്ലിസ് എന്ന് പറഞ്ഞ സ്ഥലത്തിരിക്കുമ്പോൾ ഷെയ്ഖുമാർ, റൂളേഴ്സ്, പ്രിൻസസ് ഒക്കെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും അവിടെ കൊണ്ടുവന്ന് ചായ കൊടുക്കാനൊക്കെ ഇല്ല. അതിന് സുലൈമാനി എന്നാണ് പറഞ്ഞത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കട്ടൻ ചായയല്ല, അതിന് കുറച്ചും കൂടെ മറ്റ് ചില സ്പൈസസ് ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു കൊച്ചു ഗാവ, ഇത്രയേ കുടിക്കാൻ പാടുള്ളൂ, അല്ലെ ചിലർ 2 കുടിക്കും. ഇത് കഴിഞ്ഞിട്ട് സുലൈമാനി കൊടുക്കും, ബ്ലാക്ക് ടീ. അപ്പോൾ ഇത് എല്ലാ ചായമാർക്കും കയറി കൊടുക്കാനൊക്കത്തില്ല. ഞാനായിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന ആ ഷേഖിൻ്റെ സുലൈമാനി മാൻ എന്ന് പറയുന്നത് ഒരു സുഡാൻകാരനായിരുന്നു, സുഡാനിയായിരുന്നു. ആ സുഡാനിക്ക് മാത്രമേ അവിടെ ഈ പരിപാടി ചെയ്യാനൊക്കത്തുള്ളൂ, അല്ലാതെ കാണുന്നവനൊക്കെ കയറി വന്ന് കൊടുക്കാനില്ല. അപ്പം ഇതേ പൊസിഷനുള്ള ഒരാളായിരുന്നു ഈ പറയുന്ന അച്ചായൻ. ഇവർ 2 പേരുണ്ടായിരുന്നു. ഇവർ 2 പേരും ഒരുപോലെ ജയിലിൽ അനുഭവിച്ചതാ. മേപ്പോട്ടുള്ള സ്റ്റോറിയാണ് ഞാനീ പറയുന്നത്, വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. ദർശനമെല്ലാം യോസഫ് വിവരിച്ചു. രാജാവിനെ കുറിച്ചുള്ള, ഫറവോനെ കുറിച്ചുള്ള ദർശനമെല്ലാം പറഞ്ഞ് വിവരിച്ചു കഴിഞ്ഞപ്പോൾ he explained the story and the meaning of the dream. അപ്പോൾ ഈ അച്ചായൻ പറഞ്ഞു, ഹേയ് വെയിറ്റ് മിനിറ്റ്, ഞാനും ഒരു സ്വപ്നം കണ്ടു കേട്ടോ, ഞാനും ഒരു കാര്യം കടന്നേ. എന്തുവാണെന്നറിയാമോ? എൻ്റെ തലയിൽ അപ്പം ഉണ്ടായിരുന്നു, ആ അപ്പം കാക്ക കൊണ്ടുപോയി. നമ്മുടെ ഭാഷയാണ് കേട്ടോ, പക്ഷി കൊണ്ടുപോയി. ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ യോസഫ് പറഞ്ഞു, വെയിറ്റ് മിനിറ്റ്, ഞാനത് വിവരിച്ചു തരാം. സിമ്പിൾ ഈസ് ദാറ്റ്. നിൻ്റെ കൂടുള്ളവൻ്റെ കഴുത്ത് അറുത്തു മാറ്റും, പക്ഷേ ദൈവം നിന്നെ മാനിക്കും. ഇതായിരുന്നു ദൂത്. സിമ്പിളായിട്ട് ഞാൻ പറയുക കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി പറയുക. നിൻ്റെ കൂടുള്ളവൻ കഴുത്തറുത്ത് മാറ്റിപ്പോവും, പക്ഷെ നീ ശുശ്രൂഷയിൽ തുടരും, നീ ചീഫാ. ഈ വാക്ക് കേട്ടപ്പം എന്തൊരാശ്വാസം ഉണ്ടാവുമല്ലേ? സ്തോത്രം. നമ്മോടൊക്കെ ഒരു ദൂത് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആളിനെ നമ്മൾ സ്ഥിരം വിളിക്കും. തുമ്മൽ മാറിയില്ലേ ഉടനെ വിളിക്കും. 2 ദിവസമായി തുമ്മിയിട്ട്, ഭയങ്കര തുമ്മല, ഒന്ന് പ്രാർത്ഥിക്കണേ, പറയണേ എന്തുവാന്നുള്ള കാര്യം. പോരാട്ടമാണോ? പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ ദൂത് പറഞ്ഞ് നിന്റെ തല പോകേണ്ട സ്ഥാനത്തും മറ്റൊരുത്തൻ്റെ തല പോയപ്പോൾ പോലും സ്നേഹിച്ച് നിന്നോട് ദൈവവചനം പറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവിനോട് ഹല്ലേലൂയ ആത്മസാന്നിധ്യത്തിൽ സംസാരിച്ച ഒരുവനുണ്ട്. അവനായിരുന്നു യോസഫ്. പക്ഷെ ഈ അച്ചായൻ നല്ല സ്ഥാനത്ത് വീണ്ടും ജോലിക്ക് പോയപ്പം, നല്ല സ്ഥാനത്തൊക്കെ കിട്ടിയപ്പോഴും ഒരു വാക്ക് പറയായിരുന്നു, സാറേ ജോസഫ് ഒന്ന് എടുത്തിട്ടുണ്ട്, അവൻ ഈ പറഞ്ഞ പോലെ കുറ്റമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവനെ ഞാൻ ചോദിച്ചു, അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നേ. അവൻ്റെ കാര്യത്തിൽ ഒരു കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നൊരഭിപ്രായം പറയാൻ സാധ്യതയുണ്ടായിട്ടും ഇവിടെ വേദപുസ്തകം പറയുന്നു യോസഫിനെ ഓർക്കാതെ. ഞാനത് ആ ഭാഗം ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കി. മറന്നു കളഞ്ഞെന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? ഓർത്തില്ലെന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? പറഞ്ഞ വാക്ക് മനസ്സിലായോ? അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്തുവാ? നമ്മളാണെങ്കിൽ അത് എഴുതുമ്പോൾ എന്തോ എഴുതും? യോസഫിനെ മറന്നുപോയി, യോസഫിനെ ഓർത്തില്ല, ഇത്രേ നമ്മൾ എഴുതി വെക്കത്തുള്ളൂ. പിന്നെ എന്തിനാ ഇതിങ്ങനെ വിശദമായിട്ട് ഓർക്കാതെ മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് ചെയ്ത നന്മകൾ നീ ഓർക്കാതെ മറന്നുപോയ ദിവസങ്ങളുണ്ടെന്നർത്ഥം. ഓർമ്മയുണ്ടെങ്കിലേ മറവിയില്ലാതിരിക്കത്തുള്ളൂ. ഇത് മറന്നേ പോയി, പിന്നെ ഓർക്കാൻ പറ്റിയില്ല. പലരും നമ്മെ തള്ളിക്കളഞ്ഞ സ്ഥാനത്തും തള്ളിക്കളയാത്ത ഒരു നല്ല കർത്താവാണ് നമുക്ക് വേണ്ടിയുള്ളത്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അതിനാണ്
forgotten in prison. തടവിൽ മറന്നുപോയി. തടവിൽ ഇങ്ങനെ ഒരുത്തൻ കിടപ്പുണ്ടായിരുന്നു പോലും ഓർക്കുവാൻ കഴിയാതെ, എൻ്റെ കൂടെ ഒരുവൻ ഉണ്ടായിരുന്നു എന്ന് പോലും ഓർക്കുവാൻ കഴിയാതെ ഇരുന്നിട്ടും ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിന്നെ ആര് മറന്നാലും മറക്കാത്ത ഒരുവനുണ്ട് ജോസഫേ. സ്തോത്രം. നീ ആഗ്രഹിച്ച ഒരു പക്ഷെങ്കിലും ഒരു വാക്ക് നിനക്ക് വേണ്ടി സംസാരിക്കുമെന്നാ, പക്ഷെ നീ വിചാരിക്കുന്നത് പോലെ നടന്നില്ലെങ്കിലും ദൈവം മറ്റൊരു വഴി നിനക്ക് വേണ്ടി ഒരുക്കും. നീ ഞാനും വിചാരിക്കുന്ന വഴിയിൽ കൂടെ അല്ല ദൈവം നടത്താൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് മനസ്സിലൊരു ചിന്തയുണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകണമെന്ന്, പക്ഷേ എൻ്റെ ദൈവത്തിനൊരു ചിന്തയുണ്ട്, മകനെ നീ ആഗ്രഹിക്കുന്ന പോലെ അല്ല ഈ കാര്യത്തിനൊരു പരിഹാരം. ദൈവം ആഗ്രഹിക്കുന്നത് വേറൊരു രീതി കൂടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. Yet the Bible not saying the Lord was with Joseph and he became a successful man. Praise God. ഇതെല്ലാം ഉണ്ടായിട്ടും ദൈവം യോസഫിനെ കുറിച്ച് പറയുന്നത് he was a successful man. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയാൻ പറ്റുന്നുണ്ടോ? എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തെ ഭയമുള്ളവനായിരുന്നു ജോസഫ്. Praise God. A successful become because God was with him. അവൻ്റെ രണ്ടാമത്തെ സക്സസ്ഫുള്ളിന് കാരണം ദൈവം അവനോട് കൂടെ ആയിരുന്നു. ദൈവ സാന്നിധ്യം അവൻ്റെ മേലുണ്ടായിരുന്നു. ഞാൻ ഇന്ന് പകൽക്കാലം ചോദിക്കട്ടെ, ദൈവ സാന്നിധ്യം നമ്മുടെ മേലുണ്ടാകുമോ? ഈവൻ there is no position, no freedom, no family. Hallelujah. ദൈവത്തിന് സ്തോത്രം. Yet he was successful become God was with him. ദൈവം അവനോട് കൂടി ഉണ്ടായിരുന്നു. സ്ഥാനമില്ല, സ്വാതന്ത്ര്യമില്ല, കുടുംബ സപ്പോർട്ടില്ല. സ്തോത്രം. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം അവനോടുണ്ടായിരുന്നു. നമ്മളോ വി ബിക്കം വെരി അപ്സെറ്റ്, ആരഗൻറ്റ്, ആറ്റിറ്റ്യൂഡ് പേഴ്സണായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും ആരും സഹായിക്കാനെങ്കിലെങ്കിലും നമ്മളാണെങ്കിൽ ഞാൻ ചിന്തിക്കും, ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്നെ അങ്ങ് പറയാമല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് ആർക്കും പ്രശ്നമില്ല. എൻ്റെ കൂടെ ജയിൽവാസം അനുഭവിച്ചവൻ എന്നെ മറന്നുപോയപ്പോൾ ഞാൻ നിവൃത്തിയുണ്ട് അവന് പണി കൊടുത്തേനെ, അവൻ്റെ ആ ഉള്ള ജോലി തെറിപ്പിക്കാൻ. എന്നാൽ ദൈവ സാന്നിധ്യമുള്ളവൻ അത് ചെയ്യില്ല. കാരണം അവൻ പറയും, സഹോദര, സഹോദരി, പാസ്റ്ററെ, എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. ഇതാ എൻ്റെ കണക്കൂട്ടിലായിരുന്നു, എന്നാൽ എൻ്റെ കണക്കൂട്ടലിനപ്പുറമായി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. ദാറ്റ് ഈസ് മൈ സക്സസ്. എൻ്റെ വിജയത്തിനെല്ലാം കാരണം അതാ. ദൈവമക്കളെ, ഞാനും നീയും വിചാരിക്കുന്നത് പോലെ അല്ല കണക്കൂട്ടലിൽ പോകുന്നെങ്കിൽ നീ നിരാശപ്പെടരുത്. എൻ്റെ ദൈവത്തിനൊരു വഴിയുണ്ട്. യോസഫേ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, as long as you are able to live as a faithful person, God-fear person, and the God is with you, the God is able to do another door for you. He will open another door for you. വേറൊരു വഴി നിൻ്റെ ജീവിതത്തിൽ ദൈവം തുറന്നു തരും. വീട്ടുകാരുമില്ല, ആരുമില്ല, ഒരു സഹായവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡോണ്ട് തിങ്ക് വി ആർ ജോസഫ്. നമുക്ക് വീട്ടുകാരല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട്, നാട്ടുകാരുണ്ട്, സഭക്കാരുണ്ട്, ആരെങ്കിലുമൊക്കെ നമുക്കുണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറ്റമില്ലാത്തതിന് ജയിലിൽ കിടക്കുന്നവന് അവസാനമായി ഒന്നുമില്ല. വീട്ടിൽ സുഖമായി താമസിച്ച് അപ്പൻ കൊടുക്കുന്നതും അപ്പൻ്റെ വീട്ടിലെ നന്മയെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ട ജോസഫേ, നിൻ്റെ ജീവിതത്തിൽ ഒന്നൊന്ന് മാറി നീ അവസാനം മാർക്കറ്റിൽ വന്നു നിന്ന ആ ഒരു മനസ്സൊന്ന് ഓർത്ത് നോക്കിക്കേ. അവന് സഹോദരന്മാരില്ലാഞ്ഞിട്ടല്ല, അവന് അമ്മയില്ലാഞ്ഞിട്ടല്ല, അവന് പിതാവില്ലാഞ്ഞിട്ടല്ല. അവനിപ്പം നിൽക്കുന്നത്, എന്നെ ആര് വാങ്ങും? ഞാൻ മാസങ്ങളോളം, ദിവസങ്ങളോളം, മൈലുകളോളം
നടന്ന തിക്താനുഭവം അവൻ്റെ ജീവിതത്തിലുണ്ട്. അവൻ്റെ കാല് വേദനിച്ച രാത്രിയും പകലും അവൻ്റെ ജീവിതത്തിലുണ്ടാവും. അവൻ്റെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും ഇരുന്നിട്ടൊന്ന് പോകാമെന്ന് വിചാരിക്കുമ്പോൾ അത് നടക്കാത്ത ദിവസങ്ങളുണ്ട്. അവൻ എന്തെങ്കിലും ഒരു വെള്ളം പോകുന്ന വഴിക്ക് കുടിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതുപോലും സാധിക്കാതെ അവൻ വേദനയോടെ മറ്റുള്ളവരുടെ സമ്മർദ്ദത്താൽ പോകേണ്ട അവസ്ഥയിലാണ് അവൻ്റെ ജീവിതം. ഇപ്പോൾ അവൻ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ആരെങ്കിലും അവനെ വാങ്ങുന്നത്, മുന്നോട്ടുള്ള വഴി എന്താണെന്നൊന്നും അറിയില്ല. എന്നാൽ ഞാനും നീയും ഹല്ലേലൂയ തിരിഞ്ഞ് മാറി നടക്കുമ്പോൾ, അങ്ങനെയുള്ള ദൈവത്തെ എനിക്ക് വേണ്ട, അങ്ങനെയുള്ള സഭ എനിക്ക് വേണ്ട, അങ്ങനെയുള്ള കുടുംബം എനിക്ക് വേണ്ട, അങ്ങനെയുള്ള കൂട്ടായ്മ എനിക്ക് വേണ്ട എന്ന് ഞാനും നീയും തിരിഞ്ഞു നടക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ജോസഫിൻ്റെ ജീവിതത്തിൽ he was a successful person because he feared the Lord and he was a faithful person to the Lord. അതുകൊണ്ടാണ് അവൻ സക്സസ്ഫുൾ ആയി തീർന്നത്. അല്ലാതെ ഒരു നല്ല പ്രസംഗം പ്രസംഗിക്കുമ്പോൾ that was successful person. No. ഒരു വലിയ സഭയുടെ പാസ്റ്റർ ആയതുകൊണ്ട് that is not a successful. ഒരു നല്ല കുടുംബം, 10 പിള്ളേരുടെ അപ്പനാ അമ്മയാ, it's not a successful. ഇതെല്ലാം സക്സസ്ഫുള്ളാ നിൻ്റെ ഫിസിക്കൽ ലൈഫിൽ. But when you want to become in a spiritual life and successful, it's totally change the angle. നിന്റെ സ്ഥിതിക്ക് ഒത്തിരി വ്യത്യാസം വരുത്തണം കേട്ടോ. Praise God. Hallelujah. അടുത്ത ഒരു ക്വാളിറ്റി ഉണ്ട് സക്സസ്ഫുൾ പേഴ്സണെ കുറിച്ച്. A successful man walk according to God's word. ഒരു സക്സസ്ഫുൾ മാൻ ആയിരിക്കണമെങ്കിൽ നീ ദൈവത്തിൻ്റെ വചനപ്രകാരം നടക്കുന്നവനായിരിക്കണം. മനസ്സിലായോ? If you want to become a successful person, walk according to the word of God, not through the uncle, not through your auntie, not through your so and so person. The word of God. Praise God. ഒന്നാം സങ്കീർത്തനം Psalms 1 verse 1 to 3 എന്താ പറഞ്ഞറിയാമോ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തവൻ, പാപികളുടെ വഴിയിൽ നിൽക്കാത്തവൻ, പരിഹാസികളുടെ ഇരുത്തിൽ. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നമ്മൾ ഈ വാക്യങ്ങളൊക്കെ കൊച്ചിലെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആരാ ഇപ്പോൾ പ്രസംഗിക്കുന്നതിനെക്കുറിച്ച്? നമ്മൾ പറയുമ്പോൾ നമ്മളങ്ങനൊന്നും ഇരിക്കുന്നില്ലല്ലോ. നമ്മളങ്ങനെ ഇരിക്കുന്നില്ല. ഇത് കേൾക്കാൻ പോലും നമുക്കിഷ്ടമല്ല. പക്ഷേ ഇതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. പെന്തക്കോസ്തുകാരെയും വിശ്വാസികളെയും പാസ്റ്റർമാരെയും സമൂഹത്തെയും കുറ്റം പറയുന്നുള്ള കൂട്ടത്തിൽ നിന്നുകൊണ്ട് എത്ര യൂട്യൂബ് കണ്ടിട്ടുണ്ട്? എത്ര പ്രാവശ്യം ചിരിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം നീ മിണ്ടാതിരുന്ന് അവർക്ക് അനുകൂലമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്? Are you successful, man? Are you successful? Praise God. He does not walk in the counsel of the wicked. He does not stand in the path of wickedness. Praise God. He does not stand in the path of sinners. He does not sit in the seat of mockers. പരിഹാസികൾ ഇരിക്കുന്നിടത്ത് ഇരിക്കരുത്. ചെല്ലു പറയും, ആ പുള്ളിയെ വിളിക്കണ്ട, നമ്മളൊന്നും യോജിക്കാൻ പറ്റുന്ന പാർട്ടിയൊന്നുമല്ല. യെസ്, ഐ ലവ് യു ബട്ട് ഐ ക്യാൻ നോട്ട് ബി കമ്പനി വിത്ത് യു. മനസ്സിലായോ പറഞ്ഞേ? ഐ ലവ് യു ബട്ട് ഐ ക്യാൻ നോട്ട് കമ്പനി വിത്ത് യു. നിന്റെ വിശ്വാസത്തിൽ നിന്ന് നിന്റെ കൂട്ടു സഹോദരനെ പരിഹസിക്കുകയും നിന്റെ ദൈവദാസനെ, നിന്റെ ലീഡറിനെ പരിഹസിക്കുകയും ചെയ്യുന്ന, നിന്റെ ആത്മീയ ഗുരുവിനെ പരിഹസിക്കുകയും ചെയ്യുന്ന, ആത്മാവിൽ ആരാധിക്കുന്നതിനെ പരിഹസിക്കുകയും ചെയ്യുന്ന, കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നിന്നെ കൂടെ തിരുത്തുവാൻ ആഗ്രഹിക്കുന്നവനെ നീ കൂട്ടുപിടിക്കുന്നെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുന്നു, ആർ യു ഫെയ്ത്ത്ഫുൾ പേഴ്സൺ? ആർ യു സക്സസ്ഫുൾ മാൻ? അതിപ്പോൾ ഞാൻ കേട്ടെന്നല്ലേ ഉള്ളൂ. ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല, ഞാൻ എല്ലാം കേട്ടിരുന്നു. സഹോദര, സഹോദരി, നീ കേട്ടിരുന്നത് പാപമാ.
ചോദിക്കണം, am I successful? അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അപ്പം ഞാൻ സക്സസ്ഫുൾ അല്ലേ? അല്ല, ഇവിടെ പറയുന്നു, നീ പരിഹാസികളെ ഇരിപ്പത്തിരിക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. ഞാൻ ഇരുന്നെന്നല്ലേ ഉള്ളൂ. മനസ്സിലായോ പറഞ്ഞേ? ഞാൻ ഇരുന്നെന്നല്ലേ ഉള്ളൂ. ഞാനിപ്പോ വഴിയിൽ നീ പാപം ചെയ്തില്ലല്ലോ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നിൽ ഇത് സംഭവിച്ചെങ്കിൽ you are not faithful. You walk away or you say, stop talking. Stop talking. I don't want to listen. Then we will say I am a successful person. എൻ്റെ അടുത്ത് കുറ്റം പറഞ്ഞുകൊണ്ട് വന്നു. എൻ്റെ അടുത്ത് ഒത്തിരി കുറ്റം പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ മൗനമായിട്ടിന്ന് കേട്ടു. Question, are you a successful person? അപ്പോൾ നമുക്കൊരു യെസ് ഐ എം സക്സസ്. എന്താ കാര്യം? ഞാൻ ഒന്നും ഉത്തരം പറയാൻ പോയില്ല. സഹോദരാ, ഈ വാക്യം എടുത്ത് വായിക്കണം. നീ അത് കേൾക്കാൻ പോലും സമയം കൊടുക്കാൻ പാടില്ലെന്നാണ് വേദോസ്തം പറയുന്നത്. Don't allow time to listen what someone need to mock someone. You understand? I'm not talking about anything myself. I'm only talking from the word of God. അതല്ല, നിങ്ങൾ ആർക്കെങ്കിലും പരിശുദ്ധാത്മാവ് വേറൊന്നും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. പക്ഷേ പറയുന്നത് പരിശുദ്ധാത്മാവായിരിക്കണം. നിങ്ങളുടെ ബുദ്ധിയിൽ നിന്നോ ഗൂഗിൾ സെർച്ചിൽ നിന്നോ ആകരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കണം. ഇതല്ല പാസ്റ്ററെ, ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അങ്ങനെയാ, നമുക്ക് കേൾക്കാം, ഉത്തരവൊന്നും പറഞ്ഞായിരുന്നാൽ മതി എന്നുള്ളത് എന്നെ പഠിപ്പിക്കാമെങ്കിൽ I will evaluate myself. ഇല്ല എങ്കിൽ, if someone want to mock about somebody, നീ നിന്ന് കൊടുത്തുകൊണ്ടല്ലേ അവൻ നിന്നോട് പറഞ്ഞത്? നിന്റെ ചെവി നീ യേശു മൂളിയത് കൊണ്ടും മൂളാതിരുന്നുകൊണ്ടും അല്ലേ? നിന്റെ ചെവിയും നിന്റെ പ്രസൻസും നീ വിട്ടുകൊടുത്തുകൊണ്ടല്ലേ? The person is talking about somebody and you are listening. ദൈവവേദലേ ചോദിക്കണം, am I successful person in my life? Am I faithful? ആർക്കാ? എൻ്റെ സഭയ്ക്ക്, എൻ്റെ ദൈവത്തിന്, എൻ്റെ ദൈവദാസന്. Am I successful person? ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു മാനസാന്തരത്തിൻ്റെ പകൽക്കാലമായി മാറണം. നിൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ മൗനമായിട്ടിരിക്കുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുന്ന ദൈവമുണ്ട്. ചിലയിടത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ പറയും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറയും, ഇങ്ങനൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് പറയാം. അപ്പോൾ ജനമെല്ലാം മിണ്ടാതിരിക്കും. ഉടനെ അടുത്തൊരു കമൻറ്റ്, മൗനം സമ്മതമെന്ന് വിശ്വാസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം പാസ്സാക്കിയിരിക്കുന്നു. കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ നിന്റെ മൗനം സമ്മതത്തിന് കാരണമല്ലേ? If you are saying I didn't say anything, means your silence is supporting. Am I right or not? Your silence is not as successful. Your silence is passing the judgment, supporting the comments, supporting the mock. അത് വരാതിരിപ്പാൻ നാം സൂക്ഷിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനം പറയുന്ന യഹോവയുടെ ന്യായപ്രമാണത്തിൽ രസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും. ദൈവവചനത്തിൽ വേരൂന്നി ഒരു ജീവിതം, ദൈവവചനത്തിൽ രസിക്കുന്ന ആരെങ്കിലും ദൈവവചനം പറയുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവനായി തീരണം. ഒരാളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അത് കേട്ട് രസിക്കുന്നവനായി തീരരുത്. അൺലെസ് നീ ഇന്നയാളുമായിട്ടുള്ള സഹകരണം മൂലം, മകനെ നിന്റെ ആത്മീയന് തടസ്സം വരുമെന്ന് തെളിവ് മൂലം പറഞ്ഞു കഴിഞ്ഞാൽ അതുടനെ എന്നോടൊന്നും പറയണ്ട എന്ന് പറയുന്നതിനേക്കാളും നല്ല ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ പേഴ്സൺ. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്? മോശമായ പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ ദുരാത്മാവിനാൽ നയിക്കപ്പെടുന്ന
ദൈവാത്മാവിൻ്റെ വേഷം കെട്ടിയ ഒരു വ്യക്തിയുമായി നാം സഹകരിക്കുമ്പോൾ ആത്മസാന്നിധ്യമുള്ളവൻ പറയുകയാണ് ആ വ്യക്തിയിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല എന്ന് തെളിവ് മൂലം പറഞ്ഞു കഴിയുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങണം. ലോർഡ് സ്പീക്ക് ടു മീ. ഞാൻ വിശ്വസിക്കുന്നു ദൈവം തെളിവ് തരും. ദ ഗാഡ് വിൽ സ്പീക്ക്. അതിനുടനെ അവരെ വിളിച്ചിട്ട് നേരാണോ ദുരാത്മാവാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ദുരാത്മാവുള്ള ആരെങ്കിലും പറയുമോ യെസ് എനിക്ക് ദുരാത്മാവാ? ആരെങ്കിലും പറയുമോ? ഏതെങ്കിലും പാസ്റ്റർ പറയുമോ? പ്രവാചകന്മാർ പറയുമോ? ഏതെങ്കിലും വിശ്വാസി പറയുമോ? സഹോദരി പറയുമോ? സഹോദരൻ പറയാമോ ഇന്നലെ നിങ്ങൾ പറഞ്ഞതെല്ലാം ആത്മാവിലായിരുന്നു? അല്ല ദുരാത്മാവിലായിരുന്നു. ആരെങ്കിലും പറഞ്ഞ് കേൾക്കാറുണ്ടോ? ദുരാത്മാവുള്ളവനും പറഞ്ഞ് ആത്മാവിനോട് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ആത്മാവിനെ വിവേചിക്കാനുള്ള ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ അതറിയാം ഏതാത്മാവാന്നുള്ള കാര്യം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. Blessed is the man who walks not in the counsel of the ungodly people. ദൈവത്തിന് മഹത്വം. കർത്താവ് തരുന്നുവെങ്കിൽ, സമയം തരുന്നുവെങ്കിൽ ജോഷുവയെക്കുറിച്ച് നെക്സ്റ്റ് ടൈം പറയാം. ഒരു പ്രസംഗം പറഞ്ഞ് തീർക്കുന്നതല്ല പ്രസംഗം. നാം മനസ്സിലാക്കുന്നതാ, നമ്മെ തിരുത്തുന്നതാ, നമ്മെ പണിയുന്നതാ, നമ്മളെ ഫെയ്ത്ത്ഫുള്ളാക്കുന്നതാ, നമ്മളെ സക്സസ്ഫുള്ളാക്കുന്നതാ. ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തില്ലല്ലോ എന്ന് വിചാരിച്ച് പ്രസംഗിക്കുന്ന നല്ല പ്രസംഗം. അത് പ്രസംഗമാണ്. നമ്മൾ പ്രസംഗത്തിലല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ ആഴമായ വചനം നമ്മളോട് ഇടപെടണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മോട് ആഴമായി ഇടപെടണം. ഒരിച്ചിരി ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ എത്ര പ്രാവശ്യം ഓരോന്ന് ഇഴിക്കണം? നമ്മുടെ വീട്ടിലൊക്കെ ജിഞ്ചറില്ലേ? ഇച്ചിരി ജിഞ്ചർ ജ്യൂസ് ഉണ്ടാക്കണമെങ്കിലേ എടുത്ത് 5-6 ഇടിച്ചിട്ട് നിങ്ങളൊന്ന് ഞെക്കി നോക്കിക്കേ, നിങ്ങളുടെ കൈ പോകും. പക്ഷേ അതിനെ ജ്യൂസ് വരുന്നത് വരെ ഒന്ന് ഇടിച്ച് നോക്കിക്കേ, എന്നിട്ടൊന്ന് ഞെക്കി നോക്കിക്കേ, അപ്പോൾ ജ്യൂസ് വരും. എന്തിനാ ഞാനിത് പറഞ്ഞതെന്നറിയാമോ? നിനക്കൊരു രൂപാന്തരം ഉണ്ടാകുന്നത് വരെ ഈ വചനം നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കണം. സഹോദര, സഹോദരി, ദൈവദാസ, ദൈവവൈതലേ, unless you are not changed, let this word of God be cultivate you. നിന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കട്ടെ, നിന്നെ ബലപ്പെടുത്തട്ടെ, നിന്നെ പണിയട്ടെ. നീ ഒരു നല്ല ഫലമുള്ളവനായി പുറത്ത് ഒരു ഫെയ്ത്ത്ഫുൾ പേഴ്സൺ എന്ന് പറയുവാൻ, ഒരു സക്സസ്ഫുൾ എന്ന് പറയുവാൻ യോസഫിനെ കുറിച്ച് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് ഇടയാക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു ഫലം വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവണം കേട്ടോ. നല്ലൊരു ഫലം വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകണം. ഞാൻ എൻ്റെ വാക്കുകളെ ദൈവസന്നിധിയിൽ നിർത്തുകയാണ്. 1-2 ക്യാരക്ടറെ എനിക്ക് ദൈവസന്നിധിയിൽ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. ബട്ട് നെക്സ്റ്റ് വീക്ക് ഇഫ് ഗാഡ് വില്ലിങ്, ഇഫ് ഗാഡ് അലൗ മീ ടു സ്റ്റാൻഡ്, ഐ വിൽ ഷെയർ ദാറ്റ്. അതുകൊണ്ട് ആരും വരുന്ന ആഴ്ചത്തെ മെസ്സേജും നിസ്സാരമായി കാണരുത്. God want to speak to us. ദൈവം നമ്മോട് സംസാരിക്കണം. ബിഫോർ ഐ കൺക്ലൂഡ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആർ യു എ സക്സസ്ഫുൾ പേഴ്സൺ ലൈക്ക് എ ജോസഫ്? പോത്തിഫറിൻ്റെ ഭവനത്തിൽ പോയി സകലതും അനുഗ്രഹിക്കപ്പെട്ടു. ദൈവവേദലേ, നീ ദൈവസഭയിൽ വരുന്നതുകൊണ്ട് ഈ സഭ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ? ഇല്ല എങ്കിൽ അനുഗ്രഹിക്കപ്പെടണം. നിൻ്റെ പ്രാർത്ഥന ദൈവസഭയ്ക്ക് ഉണ്ടോ? നിൻ്റെ പ്രസൻസ് ദൈവസഭയ്ക്ക് ഒരനുഗ്രഹമാകുന്നുണ്ടോ? ഇല്ല എങ്കിൽ സഭ വിട്ടു പോകാനല്ല നീ ആഗ്രഹിക്കേണ്ടത്, നിന്നെ ദുഷ്ടം കൊണ്ടുപോകുക. സിംഹം നിൽക്കുക മകനെ, മകളെ, സിംഹം നിൽക്കുക നിൻ്റെ ഭവനത്തിന്, സിംഹം നിൽക്കുക നിൻ്റെ ആത്മീയ ജീവിതത്തിന്. അവൻ്റെ വായിൽ നീ കയറിയാലുണ്ടല്ലോ, ഇറ്റ്സ് വെരി ഹാർഡ് ടു കം ബാക്ക്. സ്തോത്രം. യാതൊരു ഭീരുത്വമില്ലാതെ നിന്നെ വലിച്ചു കൊണ്ടുപോകാൻ നോക്കുന്ന ദുഷ്ടൻ്റെ മുൻപാകെ നീ എതിർത്ത് നിൽക്കേണ്ടതിന് സർവായുധ വർഗം ധരിച്ചുകൊള്ളുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. പ്രൈസ് ഗാഡ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.